ഇത് ലോഥൽ, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തുറമുഖ നഗരം. വളരെയധികം സഞ്ചാരികളൊന്നും ഇവിടേക്ക് എത്തുന്നില്ലെന്ന് തോന്നിക്കും വിധം വിജനമായിരുന്നു അവിടം. ഇവിടെ എത്തിപ്പെടുവാൻ തന്നെ ഞങ്ങൾ അല്പം വിഷമിച്ചു. ഗ്രാമപ്രദേശമായതിനാൽ അവിടുത്തുകാർക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കൃഷിസ്ഥലത്തിൻ്റെ പരിസരത്തായിട്ടാണ് ഈ സ്ഥലം നിലകൊള്ളുന്നത്. ഗൂഗിൾ മാപ്പിൽ നോക്കി ഒരുവിധമാണ് സ്ഥലം മനസ്സിലാക്കിയത്. ഇതിനോട് ചേർന്ന് ഒരു മ്യൂസിയം ഉണ്ടെങ്കിലും അത് പുനരുദ്ധാരണത്തിനായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ നിർമ്മിതി ഡോക്ക് അഥവാ കപ്പലുകൾ നന്നാക്കുന്നതിനുള്ള സ്ഥലമാണ്. ഈ ചിത്രം NCERTയുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് കഴിഞ്ഞ് കുറച്ചു മുന്നോട്ടു പോയാൽ വെയർ ഹൗസ് അഥവാ പാണ്ഡികശാലികളാണ്. നിലത്തുനിന്ന് അല്പം പൊക്കിക്കെട്ടിയ ഏതാനും പ്ലാറ്റ്ഫോമുകൾ മാത്രമാണ് ഇന്നവിടെ കാണുന്നത്. അതിൻ്റെ ഒരു വശത്തായി കാണാം ഇവിടുത്തെ സിറ്റാഡൽ അഥവാ ഉപരിനഗരം. ഇവിടെയും ചുട്ട ഇഷ്ടികകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇഷ്ടികകൾ വീതി കൂടി കനം കുറഞ്ഞവയാണ്. വീടിനോട് ചേർന്ന് കിണറുകൾ ഉണ്ട്. മലിനജലം ഒഴുക്കിക്കളയുന്നതിനുള്ള ചാലുകളും ഇഷ്ടിക കെട്ടി ഉറപ്പിച്ചിട്ടുള്ളവയാണ്. ഈ ചാലുകൾ വലിയ ഓടകളുമായി ഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകിപ്പോകുന്നു. ഏതാനും സ്നാനഗ്രഹങ്ങൾ വീടുകളോട് ചേർന്ന് വേറെയും കാണാമായിരുന്നു. വെള്ളം വാർന്നു പോകുന്നതിനായി തറ ചെരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിനകത്തായി വലിയ അടുപ്പുകളും കണ്ടു. അവിടെ നിന്നും കുറച്ചു മാറി ആഭരണ നിർമ്മാണശാലയും ഉണ്ട്. ഇവിടെ ആഭരണം നിർമ്മിക്കുന്നതിനുള്ള മുത്തുകളും ഇൻഡസ് സീലുകളും നിർമ്മിച്ചിരുന്നു. വീതിയുള്ള വഴികൾ ഇവയ്ക്കിടയിലൂടെ പോകുന്നുണ്ടായിരുന്നു. പിന്നീടെത്തുന്നത് ലോവർ ടൗണിലാണ്. അവിടെയും പല വീടുകളുടെ അവശിഷ്ടങ്ങൾ ഒരു വലിയ ചുറ്റുമതിലിനകത്ത് കാണാം. അവിടെ നിന്നും കുറച്ചു മാറി താഴ്ന്ന സ്ഥലത്തായിട്ടാണ് സിമിട്രി അഥവാ ശ്മശാനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നടക്കുമ്പോൾ ധാരാളം അസ്ഥി അവശിഷ്ടങ്ങൾ ഞങ്ങൾ കണ്ടു. കല്ലുകളും ചിപ്പികളും കറുത്ത എന്തോ വസ്തുവും ഉപയോഗിച്ചുള്ള പ്ലാസ്റ്ററിന്റെ അവശിഷ്ടങ്ങളും ചില സ്ഥലങ്ങളിൽ കണ്ടു. നമ്മുടെ പൂർവികന്മാർ 3000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് വളർത്തിയ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾക്കു നടുവിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വൈകാരിക അനുഭൂതി തികച്ചും അവിസ്മരണീയമാണ്.